അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫർസാനയെ കണ്ടുവന്ന ആ രാത്രിയിൽ സൈത്തൂന് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. അവളുടെ ഭർത്താവ് സെയ്ഫ് പറഞ്ഞു, സൈത്തൂൻ, എന്താ നിനക്കെന്താ ഉറക്കം കിട്ടുന്നില്ലല്ലോ? അവൾ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ ഈ നട്ടപ്പാതിരാക്കി എഴുന്നേറ്റിരിക്കുന്നത്? സെയ്ഫ്, എനിക്ക് എന്തു പറ്റിയടി, പറ. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അറബിയും അവിടെ എഴുന്നേറ്റിരുന്നു. ബീവിയെ തലോടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ സൈത്തൂൻ, നീ എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ ടെൻഷനാകുന്നത്? എന്തുണ്ടെങ്കിലും എന്നോട് പറയാ, നിനക്ക് ഞാനില്ലേടി. ബീവി ടെൻഷനായാലും എന്താപ്പോ അതിനൊരർത്ഥം? സെയ്ഫ്, അങ്ങേക്കൊരു കുഞ്ഞിക്കാല് തരാൻ പറ്റാത്ത വേദന, പക്ഷെ ഒരിക്കലും അറിഞ്ഞില്ല എനിക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്നുള്ള കാര്യം. അവസാനമായി ആ ബ്ലീഡിങ്ങും കാര്യങ്ങളും പിന്നീട് യൂട്രസ് എടുത്ത് ഒഴിവാക്കലും എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. എൻ്റെ സൈഫ്, എനിക്ക് അങ്ങേക്കൊരു കുഞ്ഞിനെ തരാത്തതിൻ്റെ വിഷമാണ്. എനിക്കങ്ങനത്തെ ടെൻഷനൊന്നുമില്ലടി. നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ, പിന്നെന്തിനാ? അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വലുതായി നമ്മളെ വിട്ടു പോവും. അതങ്ങനെ തന്നെയല്ലേ, അവസാനമായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വാർദ്ധക്യത്തിലും എനിക്ക് നീയും നിനക്കും ഞാനുമായിട്ട് തുണയ്ക്ക് നമ്മൾ രണ്ടാൾ മാത്രം. എത്ര മക്കളുള്ള ആളുകൾ, പക്ഷേ അവർക്കൊന്നും മക്കൾ കൂടെ ഉണ്ടാവില്ലല്ലോ. ഏറി വന്നാൽ ഏകദേശം ഒരു 4-5 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്കൂളും പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പിന്നെ അവരുടെ ഭാവിയായി, അവരുടെ വിവാഹമായി, പിന്നെ അവരെ കിട്ടത്തില്ല. അതിനല്ലേ എനിക്ക് നീ ഉണ്ടല്ലോ, തണലായിട്ടും താങ്ങായിട്ടും. നിനക്ക് ഞാനുമുണ്ട്, പോരെ? അതൊന്നും പറഞ്ഞിട്ട് സൈത്തൂൻ ബീബിക്ക് സന്തോഷമില്ലായിരുന്നു. തന്നെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ ഭർത്താവ് പറയുകയാണ് എന്നാണ് അവർ വിചാരിച്ചതും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അറബി. സെയ്ഫ്, എനിക്ക് നാളെയും പോകണം മസറയിൽ. മസറയിലോ? അതെന്താ? പൊതുവെ മസറ എന്ന് വെച്ചാൽ നിനക്ക് അറപ്പും വെറുപ്പുള്ള സ്ഥലമല്ലേ? കാരണം പൊതുവെ നിനക്ക് അങ്ങോട്ടുള്ളത് ഇഷ്ടമല്ല. ആദ്യമൊക്കെ നീ അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ ടൈമിനൊക്കെ നിനക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് പേടിയാണ് ഒട്ടകങ്ങളും ആടുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് ഞാനങ്ങനെ നിന്നെ കൊണ്ടുപോയി. എന്നാൽ അവിടെയുള്ള ആളുകളുടെ സ്വഭാവം പെരുമാറ്റവും അതല്ല നിന്നെ ആകർഷിച്ചത്? അതെ സൈഫ്, തീർച്ചയായിട്ടും അവരുടെ സ്വഭാവം അതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ നീ നാളെ തന്നെ പോകണമെന്ന് പറഞ്ഞത്? ഇന്നല്ലേ അവിടെ നിന്ന് വന്നിട്ടുള്ളൂ. അറിയില്ല, എനിക്ക് അങ്ങോട്ട് എത്തിയേ തീരൂ. എനിക്ക് അങ്ങോട്ട് എത്തണം, എൻ്റെ മനസ്സ് തോന്നുകയാണ്. പ്ലീസ്, നേരം വെളുത്താൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? എൻ്റെ സൈത്തൂൻ, നിനക്ക് എന്ത് പറ്റി? അവിടെ പോയി വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുന്നുള്ള ഒരു കാര്യമാണത്. നിനക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്തതിനെ കുറിച്ച് എന്നോട് ഇങ്ങനെ കൂടുതലായിട്ട് പറയാ. എന്ത് നിൻ്റെ ഉദ്ദേശം? എന്താണ് നിനക്ക് പറ്റിയത്? ഞാൻ പറഞ്ഞല്ലോ, മക്കളില്ലാത്തതിൻ്റെ പേര് എനിക്ക് നോ പ്രോബ്ലം. എത്ര ചികിത്സകൾ നടത്തി, എത്ര ക്യാഷ് മുടക്കി, പഠിച്ചോൻ തരാൻ വിചാരിക്കുമ്പോൾ നമുക്ക് തരും. പക്ഷേ ഇനി എനിക്ക് ആ പ്രതീക്ഷയില്ല. നിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ആയില്ലേ, അതൊന്നും ഒരു കുഴപ്പമേ അല്ല എനിക്ക്. പിന്നെ നീ ഉണ്ടല്ലോ, അത് മതി. അയാൾ വീണ്ടും വീണ്ടും അവളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അറബിപ്പെണ്ണ് അത് പറയുകയാണ്, സൈഫ്, നാളെ പോകണം. ആയിക്കോട്ടെ, നിൻ്റെ ഇഷ്ടം പോലെ. പിറ്റേ ദിവസം അവിടെയുള്ള പ്രായമായ ആ ഒരു ഉമ്മയെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടുവരികയാണ് അവിടുത്തെ വേലക്കാരി. അപ്പോഴാണ് മാറ്റിയൊരുങ്ങിക്കൊണ്ട് തൻ്റെ മകനും വൈഫും പുറത്തു പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഒരു നിമിഷം അവർ വിളിച്ചു, യാ സൈഫ്. മാമ, ഞാൻ മസറയിൽ പോവുകയാണ് എന്നുള്ളൊരു വാക്ക് അവർ പറഞ്ഞൊപ്പിച്ചു. അവളെന്തിനാ പോരുന്നത് എന്നുള്ള രീതിയിൽ അറബിച്ചിയുടെ ആ ഒരു ചോദ്യം അവൾക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെയല്ലേ നിങ്ങൾ പോയത്? ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ പിന്നീട് അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഒടുവിൽ ലാസ്റ്റതാ ഉമ്മയുടെ സമ്മതത്തോടു കൂടി തൻ്റെ ഭാര്യ സൈത്തൂനെ മസറയിലേക്ക് അറബി കൊണ്ടുപോകുന്നു. ആ അറബിച്ചി വേലക്കാരികളോട് പറഞ്ഞു, എന്തിൻ്റെ കേടാന്നാവോ, ഇന്നലെ പോയി വന്നിട്ടേ ഉള്ളൂ.
ഇന്നിപ്പോൾ വീണ്ടും അങ്ങോട്ട് അത് എത്ര ദൂരം പോകാണ്ട് ഒരുപാടുണ്ട്. അവരുടെ ഉപ്പ ഉള്ളപ്പോൾ ഉണ്ടായ ആ ഒരു മസറ എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് അകലെയായിരുന്നു. ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം അത് ഒരുപാട് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഉപ്പയിൽ നിന്നങ്ങനെ ഏറ്റെടുത്ത് ഉണ്ടാക്കിയതാണ്. പക്ഷേ എന്ത് കാര്യത്തിലാണ് ഇന്ന് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ പോയി, പക്ഷേ ഇന്ന് എന്തോ വിഷയമില്ലാതെ പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറബി മാമ അവരോട് സംസാരിച്ചു. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവരുടെ യാത്ര. മസറയിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ തന്നെ ആ അറബിച്ചിക്ക് സന്തോഷം കൂടിക്കൂടി വന്നു. ജെയ്ത്തൂൻ, എന്തു പറ്റി നിനക്ക്? നിനക്ക് വളരെയധികം സന്തോഷമുണ്ടല്ലോ അങ്ങോട്ട് പോകുമ്പോൾ. അറിയില്ല, എനിക്ക് അവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു സമാധാന സന്തോഷം തോന്നുകയാണ്. അങ്ങനെ അത് ഒരുപാട് ദൂരം മരുഭൂമികളും കാടും മലയും പിന്നിട്ടുകൊണ്ട് അവർ അവിടെ എത്തിത്തുടങ്ങുന്നു. ഒരിക്കൽ കൂടി അറബി പറഞ്ഞു, യാ ജെയ്ത്തൂൻ, നീ വല്ലാത്തൊരു പെണ്ണ് തന്നെ. ഇന്നലെ ഇത്രയും ടൈം ഇവിടുന്ന് അങ്ങോട്ട് വന്ന് തിരിച്ചു പോയിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മസറയിൽ തന്നെ താമസിക്കാമായിരുന്നു. ഇങ്ങനെ ഒരു തിരിച്ചു പോക്കും വരവും അതൊരിക്കലും വേണ്ടില്ലായിരുന്നു. പിന്നെ റിസ്ക് എടുക്കുക, അതെന്ന് വെച്ചാൽ നിനക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് നിൻ്റെ സന്തോഷം കൊണ്ട്. കാരണം നിൻ്റെ ജീവിതമെന്ന് വെച്ചാൽ അങ്ങനെയാണ്. സാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അറബി ആ ഒരു വാഹനം ഓടിക്കുമ്പോൾ ജെയ്ത്തൂൻ്റെ കണ്ണുകൾ നിറയുന്നു. യാ സൈഫ്, നിനക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം. നിനക്കുള്ള സന്തോഷം കണ്ടെത്തുവാനുള്ള തിരക്കിലാണ് ഞാൻ. അറബി ഒന്ന് മൂളിക്കൊണ്ട് വാഹനം ഓടിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് സമയം പിന്നിട്ടപ്പോൾ ദൂരെ നിന്ന് അതാ ആ ഒരു ചെറിയ രീതിയിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്തിത്തുടങ്ങി എന്നവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് മസറയിൽ എത്തുവാനുള്ള തിരക്കിലാണ് ജെയ്ത്തോൻ. യാ സൈഫ്, പെട്ടെന്ന് എന്നുള്ള രീതിയിൽ ഓരോ അറബി വാക്കുകൾ. എന്തിനാ മസറയിലേക്ക് പെട്ടെന്ന് എത്തുന്നത്? അത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അറബി ചോദിക്കുമ്പോഴും അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അവൾ മൗനം പാലിച്ചു നിന്നു. ദൂരെ നിന്ന് മസറ കാണുമെങ്കിലും എത്രയോ കിലോമീറ്ററുകളോളം താണ്ടിയാൽ മാത്രമേ അങ്ങോട്ട് എത്തിപ്പെടുകയുള്ളൂ. അത്രക്ക് ദൂരമുണ്ട് അതിന്. അവിടെ പിന്നെ അതിനു വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് ആ ഒരു വ്യൂ ദൂരെ നിന്ന് കാണാമെന്ന് മാത്രം. പക്ഷെ എത്തിപ്പെടാൻ അല്പം റിസ്ക്കാണ്. ദൂരെ നിന്ന് വാഹനം വരുന്നത് കൊണ്ട് മസറയിലെ ജോലിക്കാർ, അതും ഫർസാനയടക്കം, ദൂരെ നിന്ന് ആ വാഹനത്തെ നോക്കിക്കൊണ്ടിരുന്നു. ആരായിരിക്കും അത് എന്നുള്ളത് പലർക്കും സംശയം. അവനവൻ്റെ നാട്ടിൽ നിന്നുള്ള ആരെങ്കിലും വല്ല സാധനവുമായി വരികയാണോ എന്നൊക്കെ അവർ വിചാരിക്കും, സന്തോഷിക്കും. പക്ഷേ ഇവിടെ എത്തിപ്പെട്ടവർക്കൊന്നും കൂടുതലായിട്ട് ബന്ധുക്കളും ഒന്നും ഉണ്ടാവാറില്ല. ആരും വരാറുമില്ല. ക്യാഷൊക്കെ അയച്ചു കൊടുക്കും എന്നല്ലാതെ അവരെ തിരിഞ്ഞ് ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എങ്കിലും ഒരു വാഹനം കാണുമ്പോൾ അവർ പ്രതീക്ഷയോടെ നോക്കും, ആരായിരിക്കും അത് എന്ന് കരുതി. ആ ഒരു വാഹനം അടുത്തടുത്തേക്ക് വരുമ്പോൾ ഇവർ അതാ സൂക്ഷിച്ച് നോക്കുന്നു. അതിലൊരാൾ പറഞ്ഞു, കണ്ടിട്ട് അർബാബിൻ്റെ വണ്ടിയാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇനി മാറ്റമുണ്ടോ അറിയില്ല. അത് ശരി തന്നെയായിരുന്നു. അത് അടുത്തടുത്തേക്ക് വന്നപ്പോൾ അത് അവരുടെ ആ പ്രിയപ്പെട്ട അറബിയുടെ വാഹനമാണെന്ന് തിരിച്ചറിയുന്നു. ശരിക്കും അവർ അത്ഭുതപ്പെട്ടു. ഇന്നലെ വന്ന് തിരിച്ചുപോയ അറബിയും ഭാര്യയും ഇന്നും ഇതാ എത്തിയിരിക്കുന്നു. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ദൂരം പിന്നിട്ടിട്ട് ഇവരിങ്ങോട്ട് എത്തുന്നത് എന്ന് അവിടെയുള്ള ജോലിക്കാർ വിചാരിക്കുന്നു. ജസീന എന്ന ഫർസാന അവൾ അവിടുത്തെ ആ മൃഗങ്ങൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോഴും അറബിയെ കണ്ടപ്പോൾ പല പണിക്കാരും ഒന്നുകൂടി ആത്മാർത്ഥമായി ജോലി ചെയ്യുവാൻ വേണ്ടി തുടങ്ങി. അറബി, എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങൾ ഞങ്ങൾക്ക് തരുവാനുണ്ട്. പക്ഷേ നല്ല ആക്റ്റീവായി ജോലി ചെയ്യുന്നവർക്ക് അത് സ്പെഷ്യലായിട്ടുണ്ടാകും. അത് അറബി കണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിയിൽ ഏർപ്പെടുകയായിരുന്നു. അതിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, അല്ല അർബാവ്, നിങ്ങൾ ഇന്നലെ വന്ന് പോയതല്ലേ? അത്രയും ദൂരത്ത് അതോ നിങ്ങൾ പോയിട്ടില്ലേ? ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നോ താമസം? ഹേയ് അല്ല, ഞങ്ങൾ പോയിരുന്നു. ഇന്നിങ്ങോട്ട് വരണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. അർബാവും ഭാര്യയും വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അവിടെ ബാബി അറിയുന്നു. ബാബി അറിയുമ്പോൾ തന്നെ അതാ അവർക്ക് വേണ്ടി ഭക്ഷണവും ഒരുക്കുന്നുണ്ട്. ജോലി ചെയ്യുന്ന എല്ലാവരെയും നോക്കി നിൽക്കുകയാണ് ജെയ്ത്തൂന്. അതിനിടയ്ക്ക് അവൾ ആ കാഴ്ച കണ്ടു. അതാ ഫർസാന, അവൾ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും. അവളുടെ ആ കൈകൾ അവൾ നോക്കി, മനോഹരമായ വെളുത്ത കൈകൾ. ജോലിയൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുമുണ്ട്.
അവൾ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഭക്ഷണത്തിനുള്ള സമയമായപ്പോൾ ജെയ്ത്തൂൻ അവരുടെ ഇടയിൽ തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അവൾ ചെന്നിരുന്നത് ഫർസാനയുടെ തൊട്ടടുത്തായിരുന്നു. ഫർസാനയുടെ മുഖത്തേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി. നല്ല സൗഹൃദത്തോടെ സംസാരിച്ചു. എല്ലാവരും ബാബി അവർക്ക് വേണ്ടി കരുതിയ ആ ഒരു സ്പെഷ്യൽ ഫുഡ് കൊടുത്തു. അപ്പോൾ തന്നെ ഫർസാനയ്ക്ക് വേണ്ടി അത് അവൾ നീട്ടി. എന്താണെന്നറിയില്ല, അവളോട് കൂടുതലൊരിഷ്ടം അറബി പെണ്ണിന് തോന്നുകയാണ്. ഫർസാന എന്ന് പറഞ്ഞുകൊണ്ട് ഓളോട് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദിവസം ജെയ്ത്തൂൻ അവിടെ നിന്ന് പോകുവാൻ വേണ്ടി കൂട്ടാക്കുന്നേ ഇല്ലായിരുന്നു. അർബാവ് പറഞ്ഞു, ജെയ്ത്തൂൻ, യാ ജെയ്ത്തൂൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവൾ അർബാവിനെ പറയുകയായിരുന്നു. അർബാവ് ചോദിച്ചു, എന്താപ്പോ ഇത്രയധികം വിശേഷങ്ങൾ പറയാനും പങ്കുവെക്കാനും? ഇന്നലെ വന്ന് പോയതല്ലേ? എന്താണെന്നറിയില്ല, ഫർസാനയുടെ കൂടെ മാത്രമാണ് കാര്യമായിട്ട് ജെയ്ത്തൂൻ ബീവി കഴിച്ചു കൂട്ടിയിരുന്നത്. ഫർസാനയുടെ ഓരോ നടപ്പും ഓരോ നിൽപ്പും നോക്കും എല്ലാം കണ്ട് മനസ്സിലാക്കി. അവൾ കിടക്കുന്ന ആ ഒരിടവും സ്ഥലവും അവളുടെ ഡ്രസ്സും കാര്യങ്ങളുമെല്ലാം നോക്കിക്കണ്ടു. ശരിക്കും അവളെ മൊത്തത്തിലങ്ങോട്ട് ഫർസാനയെ ഇഷ്ടപ്പെടുകയാണ് അറബി പെണ്ണിനെ. പോകുന്നതിന് മുമ്പായിട്ട് ചോദിച്ചു, ഫർസാന പോരുന്നോ? കൊട്ടാരമൊക്കെ കാണാം. അവളില്ലേ എന്ന് തലയാട്ടി. കാരണം സമാധാനപൂർണ്ണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഫർസാനയെ കാര്യവുമായിരുന്നു. അതും മനുഷ്യർക്ക് മാത്രമല്ല, അവിടെയുള്ള കന്നുകാലികൾക്കും അതുപോലെ തന്നെ അവൾ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു. ഇടയ്ക്ക് ഫർസാന തൻ്റെ വയറിൽ വെറുതെ ഒന്ന് കൈവച്ച് നോക്കും. ഇല്ല, പൊങ്ങിയിട്ടില്ല. പൊങ്ങാനാകണേ ഉള്ളൂ. റബ്ബേ, അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരോട് എന്ത് പറയും എന്നുള്ള ഭീതിയിലായിരുന്നു അവൾ. ആ ദിവസം അറബിയും ഭാര്യയും തിരിച്ചു പോകുമ്പോൾ അറബിയോട് ചോദിക്കുകയാണ്, യാ സൈഫ്, ആ പറ ജെയ്ത്തൂൻ, പറ. സൈഫ് കണ്ടോ അവിടെ ഒരു പെൺകുട്ടിയെ, ഫർസാന എന്നു പേരുള്ള? അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ആ അവള് ന്യൂ ജോയിനാണ്, അധികമായിട്ടില്ല, കുറച്ചായിട്ടേ ഉള്ളൂ. എന്താ? അറബി പറയുന്നു. സൈഫ്, എനിക്ക് ആ കുട്ടിയോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുകയാണ്. ചിരിച്ചുകൊണ്ട് അറബി പറഞ്ഞു, എന്തിന്? എന്താ? അവളിവിടെ ആക്റ്റീവായി ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്. പിന്നെ മറ്റുള്ളവരുടെ അത്ര പ്രായം കാര്യങ്ങളും അതുമില്ല. നാട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് എത്തിയതാണെന്ന് തോന്നുന്നു. ഒരു ഏജൻറ്റ് വഴിയാണ് സംഭവം. അല്ല സൈഫ്, ഏജൻറ്റ് വഴി ഈ പ്രായമുള്ള പെൺകുട്ടികൾക്ക് എങ്ങനെ കിട്ടുക? അതും ഇത്രയ്ക്കും നല്ലൊരു പെൺകുട്ടിയൊക്കെ അങ്ങനെ കിട്ടുമോ? ആ ഏജൻറ്റ് എൻ്റെയും താഴെയുള്ള ഒരാളാണ്. അയാൾ മുഖേന, എനിക്കൊന്നും അറിയില്ല. ഞാൻ അയാളോട് പറയും, മസ്രയിലേക്ക് ആവശ്യമുള്ള വിസ കാര്യങ്ങളൊക്കെ ഞാൻ തരാം, അതിലേക്ക് ആവശ്യമുള്ള ജോലിക്കാരെ വേണമെങ്കിൽ നീ സെറ്റപ്പാക്കി കൊണ്ടു തന്നാൽ നിനക്ക് അതിനുള്ള കമ്മീഷൻ തരുമെന്ന് ഞാൻ പറയും. അങ്ങനെ പക്ഷേ ഇത്രയും ചെറിയ പെൺകുട്ടിയൊന്നും കടന്നു വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുകൊണ്ടായിരിക്കും. അല്ലാതൊന്നും ഈ പ്രായം കുട്ടികൾ വരില്ല എന്നല്ല, കേരളത്തിൽ നിന്നും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷേ അനാഥയായിരിക്കും, അല്ലെങ്കിൽ മറ്റു പലതും. സൈഫ്, ജെയ്ത്തൂൻ വിളിച്ചു. എന്താ? അത് അനാഥയാണെങ്കിൽ നമുക്ക് അവളെ ഏറ്റെടുത്താലോ? ഏറ്റെടുക്കേ? എന്തിന്? കുഞ്ഞായിട്ടോ? എൻ്റെ പൊട്ടി പെണ്ണേ, കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ചെറിയ മക്കളല്ലേ നമ്മൾ ഏറ്റെടുക്കേണ്ടത്? അതല്ല പിന്നെന്താ? പിന്നെ എന്തിനു ഏറ്റെടുക്കുന്നു? അവൾ മൗനം പാലിച്ചു. അവൾക്ക് തൻ്റെ ഭർത്താവിനോട് ഇതെങ്ങനെ പറയണമെന്ന് ഒരു ഐഡിയയുമില്ലായിരുന്നു. അവൾ ഇത് പറയാൻ പാടുണ്ടോ എന്നും അവൾക്ക് അറിയുന്നില്ലായിരുന്നു. ജെയ്ത്തൂൻ, നീ എന്താ പകുതി വെച്ച് മുറിച്ചത്? സംസാരം തുടർന്നോളൂ. എന്താ? ഏത് രീതിയിലാണ് നീ പറയുന്നത്? അതൊന്ന് പറ. അവൾക്ക് തൻ്റെ ഭർത്താവിനോട് പറയുവാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ പുറത്തേക്ക് അത് വരുന്നില്ല. അത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നത് ശരിയാണോ എന്ന് വരെ അവൾ ആലോചിക്കുകയാണ്. എനിക്ക് ഏതായാലും കുഞ്ഞുങ്ങൾ നൽകാൻ എനിക്കായില്ല. അപ്പോൾ എൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുവാൻ ഒരു അവസരം കിട്ടിയാൽ ഞാനത് മുതലെടുക്കുകയല്ലേ വേണ്ടത്? റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് എനിക്ക് പറയണം എല്ലാം. എൻ്റെ മനസ്സിൽ കണ്ട സ്വപ്നങ്ങൾ, എൻ്റെ പ്രതീക്ഷകൾ, അതെല്ലാം പറയണം.
അങ്ങനെ ആയാൽ മാത്രമേ എൻ്റെ ജീവിതം സന്തുഷ്ടമാകുകയുള്ളൂ. അല്ലാതെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ മൂടി പൊതിച്ചു കൊണ്ട് നടന്നാൽ ഒന്നും സംഭവിക്കില്ല, നടക്കില്ല. സൈത്തൂൻ, ഒന്നും നീ പറഞ്ഞില്ല കേട്ടോ. സേഫ്, ഞാൻ പറഞ്ഞോളാം, ഒക്കെ ഞാൻ പറയാം. പക്ഷേ എന്നോടൊന്നും തോന്നരുത്. എന്താ സൈത്തൂൻ നീ ഇങ്ങനെ പറയുന്നത്? നിന്നോട് എനിക്ക് എന്ത് തോന്നാനാണ് എൻ്റെ പൊന്നെ? മക്കളില്ലാത്തതിൻ്റെ പേരിൽ നീ ഒരിക്കലും വിഷമിക്കരുത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഞാനും എനിക്ക് നീയും ഉണ്ട്. പിന്നെ അതിനിടക്ക് മറ്റൊരു കുഞ്ഞ് എന്തിനാ മോളെ? പടച്ചോൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ അതിനെന്താ? അതിനും പഠിച്ചതുകൊണ്ട് ശുക്ർ പറയണം നമ്മൾ. എത്ര ആളുകൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോകുന്നു. ഇതൊന്നുമില്ലല്ലോ. നല്ല സ്നേഹത്തോടെ, നല്ല സ്നേഹസമ്പൂർണമായ നല്ല ദാമ്പത്യ ജീവിതമല്ലേ നമ്മൾ നയിക്കുന്നത്. ആ കാര്യത്തിലൊന്നൊരു കുഴപ്പമില്ലല്ലോ. മരുഭൂമിയിലൂടെയുള്ള ആ യാത്രക്കിടയിൽ അവൾ പറഞ്ഞു, സൈഫ് ദാ ആ മരത്തണലിൽ ഒന്ന് നിർത്തണം. ഓ, ഒരുപാട് യാത്രയ്ക്ക് ശേഷം അവർ അവിടെ അതാ നിർത്തുന്നു. അവിടെ കുറച്ചധികം ഈത്തപ്പഴ മരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിലൂടെ ഒരു കൊച്ചരുവി പോകുന്നുമുണ്ട്. അവൾ തൻ്റെ ഭർത്താവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സൈഫ് നമുക്കിവിടെ ഇരിക്കാം അല്പം. നമുക്ക് ഈത്തപ്പഴ ചുവട്ടിൽ കുറച്ച് സമയം ഇരുന്ന് ഒരു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊരു പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യം നമ്മളെ വീട്ടിൽ നമുക്ക് ഉണ്ടാവണമെന്നില്ല. ഉണ്ടാകായിട്ടല്ല, പക്ഷെ ഇവിടെ ആകുമ്പോൾ അതൊരു ഫീലാണ്. മരുഭൂമി കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുക, അതും മരുഭൂമിയിലെ ആ ഒരു ഈത്തപ്പഴ മരത്തിൻ്റെ തണലിൽ, ആ ഒരു അരുവിക്കടുത്ത്. ഇത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലേ. ഒരു ഭാഗത്ത് ചൂട്, ഒരു ഭാഗത്ത് തണുപ്പ്. എൻ്റെ പെണ്ണെ, നീ എന്താ ഇങ്ങനെ കവിതകൾ എഴുതുന്നത്? എന്ത് കാര്യത്തിനാണ് നീ പറയുന്നത് ഇതൊക്കെ? അല്ലെങ്കിലും നീ ഒരു കവിയത്രിയാണല്ലേ. നിനക്ക് ഈ മരുഭൂമിയെക്കുറിച്ചും ഈ തണുപ്പുള്ള ഈത്തപ്പഴ മരത്തിൻ്റെ ചുവട്ടിലുള്ള ഈ ഒരു ഇരുത്തത്തെക്കുറിച്ചും എന്താ നിനക്ക് പറയാനുള്ളത്? എൻ്റെ സൈഫ്, എൻ്റെ ജീവിതം അതുപോലെയാണ്. ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ചുട്ടുപഴുത്ത മരുഭൂമിയാണ് കാണുന്നത്. എന്നാൽ മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് നല്ല തണുപ്പ് നിറഞ്ഞ ഈത്തപ്പഴത്തോട്ടങ്ങളും അതിലൊരു കാട്ടുരുവിയും അത് ഞാൻ കാണുന്നു. ഇപ്പോൾ ഞാൻ അതിനിടക്കാണ് എൻ്റെ സേഫ്. ശരിക്കും പറഞ്ഞാൽ സേഫ് എന്ന അദ്ദേഹം അവളുടെ വാക്കുകൾക്ക് മുമ്പിൽ എന്ത് പറയണമെന്നായിപ്പോയി. ജെയ്ത്തൂൻ, നീ ആകെ പിടുത്തം വിട്ടില്ല മോളെ. നീ എന്താ കവിത എഴുതുകയാണോ അതോ സങ്കല്പങ്ങളാണോ? അതെ സേഫ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ മരുഭൂമിയും തണലും കാട്ടരുവിയും ആ ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അതൊരുമിച്ചാക്കി നമുക്ക് മരുഭൂമിയെല്ലാം തണുപ്പാക്കി മാറ്റിയാലോ? സേഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തൊക്കെയായാലും നിൻ്റെ സ്വപ്നങ്ങൾ കൊള്ളാട്ടോ. എന്താ പെണ്ണെ, നിനക്ക് എന്തൊക്കെയോ എന്നോട് പറയുവാനുണ്ട്. പക്ഷെ നീ മടിച്ചു നിൽക്കുകയാണ്. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞോളൂ, ഞാൻ നിന്നെ ഒന്നും പറയില്ല. നിനക്ക് ആ ഭയമാണോ? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സേഫ് എനിക്ക് പറഞ്ഞു പെണ്ണെ. അവൾ കണ്ണുനീർ തുടച്ചു. ജെയ്ത്തൂൻ, നിനക്ക് വേണ്ടി ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്തു. നീ പറഞ്ഞതുപോലെ മരുഭൂമിയിലൂടെ പോരുമ്പോൾ ഈത്തപ്പഴ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കുകയാണ് നമ്മൾ. കാട്ടുരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്. ഇപ്പോഴും നിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല. ഒരുപാട് സാഹിത്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിൽ കറക്റ്റായിട്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. സത്യമായിട്ടും എൻ്റെ ജെയ്ത്തൂൻ, നീ പറ. എന്തായിരിക്കും ജെയ്ത്തൂന് തൻ്റെ ഭർത്താവിനോട് പറയുവാൻ വേണ്ടി നിൽക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായിരിക്കും ജെയ്ത്തൂൻ ബീവി നമ്മുടെ അറബിയോട് പറയുവാൻ വേണ്ടി കെഞ്ചി നിൽക്കുന്നത്? ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് അത് നിങ്ങൾ എഴുതണം കമൻ്റായിട്ട്, ഇൻഷാ അല്ലാ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഒരുപാട് ആളുകൾ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ചെയ്യാൻ പറഞ്ഞിട്ട്. ഇനിയും ബാക്കി എത്രയോ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ബെല്ലൈക്കണിലൊന്ന് ജസ്റ്റ് അമർത്തിയിട്ട് ഒന്നിങ്ങോട്ട് ഓളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നോട്ടിഫിക്കേഷനെ കിട്ടാനൊരു ചാൻസ് ആവും, ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
പിന്നെ എൻ്റെ കൂട്ടുകാരോടൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റോറി കാണുന്ന നമ്മുടെ സൽവ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്ലാമിക് സ്റ്റോറി കാണുന്ന ഹിദായത്ത് എന്ന സ്റ്റോറി കാണുന്ന ആളുകൾ നമ്മുടെ മലപ്പുറം മുത്തിലെ നുസൈബയും അതുപോലെ നൂർ ഫാത്തിമയും കാണാറുണ്ടോ? 3 കഥയും കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.